ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ വഅദിന് പോയി. ലക്ഷദ്വീപിലൊക്കെ റബീഉൽ അവ്വൽ മാസമായാൽ വലിയ പരിപാടിയാണ്. റബീഉൽ അവ്വൽ അല്ല, സഫർ 27-ന് തുടങ്ങിയിട്ട് റബീഉൽ അവ്വൽ 12 വരെ 10-15 ദിവസം ദീർഘമായ പ്രഭാഷണവും മൗലിദുകളും അതുപോലെ വലിയ സ്വലാത്ത് ജാഥകളും വല്ലാത്തൊരു മഹത്വമുള്ള സ്ഥലമാണ്, വല്ലാത്തൊരു രസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ കുറവായിരിക്കും. ഒരു വർഷം വലിയ ദുരന്തമുണ്ടായ ഓക്കി ദുരന്തമുണ്ടായ കാലം, ഓക്കി ചുഴലിക്കാറ്റ് കടിച്ച കാലത്ത് ഞാൻ അവിടെ പോയി. അപ്പോ ഇവിടെ നിന്നുള്ള ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ വന്നിട്ടാണ് അടിഞ്ഞത്. ഒരു 10-20ഓളം മയ്യത്തുകൾ അടിഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അവിടുത്തെ ഖാദിയാരോട് ഞാൻ പറഞ്ഞു, നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ സ്വലാത്ത് ജാഥ ഒന്ന് മാറ്റി വെച്ചാലോ? അപ്പൊ ഖാദിയാർ പറഞ്ഞു, ഉസ്താദേ അതിവിടെ എന്താണെങ്കിലും മരിച്ചു പോണാലും സ്വലാത്ത് ജാഥ മാറ്റി വെക്കൂല. എന്താ ഈ സ്വലാത്ത് ജാഥയുടെ പ്രത്യേകത? ഏതാണ്ട് 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന സ്വലാത്ത് ജാഥ. ആ സ്വലാത്ത് ജാഥയിൽ എല്ലാ ആളുകളും വെള്ള കുപ്പായവും വെള്ള ഡ്രസ്സും വെള്ള തലപ്പാവ് തൊപ്പിയും ടവലും ധരിച്ചിട്ട് എല്ലാവരും പങ്കെടുക്കുക. ഞാൻ ചോദിച്ചു, അതെന്താ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ടം. മുത്തുനബി തങ്ങൾക്ക് വെള്ള ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വെള്ള ഡ്രസ്സ് റബീഉൽ അവ്വലിന്റെ സ്വലാത്ത് ജാഥയിൽ എല്ലാവരും വാങ്ങും. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഉറപ്പുണ്ട്? 5000 ആൾ. ഉസ്താദ് 5000 ആൾ മാത്രല്ല, ജാഥ കാണാൻ നിൽക്കുന്ന ചെറിയ പെൺകുട്ടികളുണ്ട്, അവരും വെള്ള വസ്ത്രം. അപ്പൊ എനിക്കൊരു വികൃതി തോന്നി, അങ്ങനെ വെള്ളടാത്ത ആരെങ്കിലും ഉണ്ട് അതൊന്ന് കണ്ടെത്തണം. ഞാൻ ജാഥന്റെ മുന്നിലാ ഗസ്റ്റ് ആയതുകൊണ്ട് ജാഥ അങ്ങനെ പോയി ലാസ്റ്റ് സമാപിക്കാനായപ്പോ ലാസ്റ്റ് ലൈനിലുണ്ട് 2 ആളുകൾ, ഒരു ചോന്ന കുപ്പായും ഒരു മഞ്ഞ കുപ്പായിട്ട് 2 ആളുകൾ. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളല്ല പറഞ്ഞത് എല്ലാവരും വെള്ളയാണെന്ന്, 2 ആൾക്കാർ നിങ്ങൾ പറഞ്ഞ വെള്ളമില്ലാത്തത്, അങ്ങനെ ഉണ്ടോ? അതുപോലെ വിളിച്ചു. പേരൊക്കെ ചോദിച്ചു, എവിടെ നാട്, ഇവിടെ ഏത് ഭാഗത്ത് താമസിക്കുക? ഞങ്ങള് പിന്നെ കരയെന്ന് വന്ന ആളുകളാ, കോഴിക്കോടുകാരാ. ആ നാട്ടുകാരല്ല, അവർ കോഴിക്കോട് നിന്ന് അവിടുത്തെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി വന്ന ആളുകളാ. അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ വെള്ളം ധരിക്കാതിരുന്നത്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഈ ഭൂമിന്റെ മുകളിലുള്ള അല്ലാഹുവിനെ പറ്റിയല്ലേ? നിങ്ങൾ ഞങ്ങളെ കൂടെ കടലിന്റെ ആഴിയിലേക്ക് വരണം. കടലിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചിട്ട് ഡൈവിങ്ങിന് കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ അവർ എന്നെയും കൊണ്ടുപോയിട്ട് കടലിലേക്ക് മണിക്കൂറുകളോളം കടലിന്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചു. സുബ്ഹാനല്ലാഹ്. എന്റെ കൂടെ ബംഗാളിൽ നിന്നുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു അമുസ്ലിമായ മനുഷ്യൻ, 2 പേരെയും കൊണ്ടുപോയി മണിക്കൂറുകളോളം കടലിന്റെ അടിയിലൂടെ സഞ്ചരിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യം, എത്ര മനോഹരമായ പർവ്വതങ്ങളാണ്, എത്ര മനോഹരമായ മത്സ്യങ്ങളാണ്. ആരാണ് ഇതിനെയൊക്കെ വളർത്തുന്നത്? ക്രിയേറ്റർ ഈസ് ദ ബെസ്റ്റ്. മുസ്ലിമായ മനുഷ്യൻ പറയാണ്, സൃഷ്ടാവ് എന്തൊരു സൗന്ദര്യത്തോടെയാണ് ലോകം സംവിധാനിച്ചത്.